നമസ്കാരം. പ്രേം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഓഗസ്റ്റ് മാസം 1 മുതൽ 10 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനായ CR450 പ്രോട്ടോടൈപ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈന. അപ്പൊ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനായ CR450 പ്രോട്ടോടൈപ്പ് പുറത്തിറക്കിയ രാജ്യം ചോദിച്ചാൽ ഏതാ? ചൈനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ നൂതന ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആണ് ഹിമഗിരി. അപ്പോൾ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ നൂതന ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ഹിമഗിരി. അടുത്തതായി നോക്കാൻ പോകുന്നത് 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത്. ജവാൻ എന്ന സിനിമയിലെ അഭിനയത്തിന് ഷാരൂഖ് ഖാനും 12th ഫെയിൽ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ വിക്രാന്ത് മാസിയും മികച്ച നടനുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പങ്കിട്ടെടുത്തു. ഷാരൂഖ് ഖാന്റെ കരിയറിലെ ആദ്യത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമായിരുന്നു ഇത്. അപ്പോൾ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ്. അടുത്ത മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? റാണി മുഖർജി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ റാണി മുഖർജിയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. ആർക്കാണ്? റാണി മുഖർജിക്കാണ്. ഇനി മികച്ച മലയാള സിനിമ ചോദിച്ചാൽ ഏതാണ്? ഉള്ളൊഴുക്ക്. അപ്പൊ മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്കാണ്. ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ സംവിധാനം ചോദിച്ചാൽ ക്രിസ്റ്റോ ടോമിയാണ് സംവിധാനം. അപ്പൊ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത്. അടുത്ത മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിക്കും ജാനകി ബോഡിവാല. ഉള്ളൊഴുക്കുന്ന സിനിമയിലെ അഭിനയത്തിലൂടെ ഉർവശിക്കും, വാഷ് എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ ജാനകി ബോഡിവാലയ്ക്കുമാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും മുത്തുപേട്ട സോമു ഭാസ്കറുമാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം പങ്കിട്ടെടുത്തത്. വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ വിജയരാഘവനും, പാർക്കിംഗ് എന്ന തമിഴ് സിനിമയിലെ അഭിനയത്തിലൂടെ മുത്തുപേട്ട സോമു ഭാസ്കറാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയത്. മികച്ച ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത് 12th ഫെയിൽ ആണ് മികച്ച ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടെടുത്തത് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് റാണി മുഖർജിക്കാണ്. മികച്ച മലയാള സിനിമ ചോദിച്ചാൽ ഏതാണ്? ഉള്ളൊഴുക്കാണ് മികച്ച മലയാള സിനിമ. ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ആരാണ്? ക്രിസ്റ്റോ ടോമിയാണ് ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഉർവശിക്കും ജാനകി ബോഡിവാലയ്ക്കുമാണ്. മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് വിജയരാഘവനും മുത്തുപേട്ട സോമു ഭാസ്കറിനുമാണ്. ഇനി മികച്ച ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? 12th ഫെയിൽ ആണ് മികച്ച ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം. കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, എയർ ന്യൂസിലൻഡിന്റെ CEO ആയി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനാണ് നിഖിൽ രവിശങ്കർ. അപ്പോൾ എയർ ന്യൂസിലൻഡിന്റെ CEO ആയി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനാരാണ്? നിഖിൽ രവിശങ്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാവികസേനയുടെ 47ാമത് ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സായൻ. അപ്പൊ നാവികസേനയുടെ 47ാമത് ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സായനാണ് 47ാമത് ഉപമേധാവിയായി ചുമതലയേറ്റത്.
അടുത്ത ക്വസ്റ്റ്യൻ 2025 റംസാർ കൺവെൻഷനിലെ കോൺട്രാക്ടിംഗ് പാർട്ടികളുടെ കോൺഫറൻസിന്റെ 15ാമത് യോഗം നടന്നത് എവിടെയാണ്? വിക്ടോറിയ ഫാൾസ്. സിംബാബ്വേയിലെ വിക്ടോറിയ ഫാൾസിൽ വെച്ചിട്ടാണ് 15ാമത് യോഗം നടന്നത്. എന്തിന്റെ? 2025 റംസാർ കൺവെൻഷനിലെ കോൺട്രാക്ടിംഗ് പാർട്ടികളുടെ കോൺഫറൻസിന്റെ 15ാമത് യോഗം നടന്നത് സിംബാബ്വേയിലെ വിക്ടോറിയ ഫാൾസിൽ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ സ്കൂൾ ഓഫ് സെമി കണ്ടക്ടർ സംരംഭം പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാട്. അപ്പോൾ അടുത്തിടെ സ്കൂൾ ഓഫ് സെമി കണ്ടക്ടർ സംരംഭം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. നെക്സ്റ്റ് 2026 AI ഇംപാക്ട് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഡൽഹി. ഇന്ത്യയിലെ ഡൽഹിയിലാണ് 2026 AI ഇംപാക്ട് ഉച്ചകോടി വേദി. അപ്പൊ 2026 AI ഇംപാക്ട് ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഡൽഹിയാണ് ഇംപാക്ട് ഉച്ചകോടിയുടെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ, വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ചീഫായി ചുമതലയേറ്റ വ്യക്തിയാണ് കൃഷ്ണ സ്വാമിനാഥൻ. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ചീഫായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2027 8ാമത് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? മാൾട്ട. അപ്പൊ 2027 നടക്കുന്ന 8ാമത് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? അത് മാൾട്ടയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ കടുവ ഇനത്തിൽപ്പെട്ട വണ്ടുകളെ, അതായത് ടൈഗർ വണ്ടുകളെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ദുധുവ ടൈഗർ റിസർവ്. ഉത്തർപ്രദേശിലെ ദുധുവ ടൈഗർ റിസർവിൽ നിന്നാണ് അടുത്തിടെ കടുവ ഇനത്തിൽപ്പെട്ട വണ്ടുകളെ കണ്ടെത്തിയത്. ടൈഗർ വണ്ടുകളെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ ദുധുവ ടൈഗർ റിസർവിൽ നിന്നാണ് 19 കടുവ ഇനത്തിൽപ്പെട്ട വണ്ടുകളെയാണ് കണ്ടെത്തിയത്. അപ്പോൾ അടുത്തിടെ കടുവ ഇനത്തിൽപ്പെട്ട വണ്ടുകളെ, ടൈഗർ വണ്ടുകളെ കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ദുധുവ ടൈഗർ റിസർവിൽ നിന്നാണ് കണ്ടെത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായ വ്യക്തിയാണ് ഖാലിദ് ജമീൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായ വ്യക്തി ആരാണ്? ഖാലിദ് ജമാൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഓഗസ്റ്റ് 2 അന്തരിച്ച മലയാള സാഹിത്യകാരനാണ് MK സാനു. മംഗലത്ത് കേശവൻ സാനു. അപ്പൊ 2025 ഓഗസ്റ്റ് 2 അന്തരിച്ച മലയാള സാഹിത്യകാരനാരാണ്? MK സാനു. MK സാനുവിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ എന്താണ്? മംഗലത്ത് കേശവൻ സാനു. മംഗലത്ത് കേശവൻ സാനു എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം. ആലപ്പുഴ ജില്ലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് MK സാനു. അതേപോലെ 1987 എറണാകുളത്ത് നിന്നും നിയമസഭാംഗമായി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര്? MK സാനു. MK സാനുവിന്റെ പൂർണ്ണനാമം ചോദിച്ചാൽ എന്താണ്? മംഗലത്ത് കേശവൻ സാനു എന്നാണ്. ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2013 ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും പത്മപ്രഭ പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? MK സാനുവിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ MK സാനുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്നാണ്? 2013 ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും 2011 തന്നെ പത്മപ്രഭ പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? MK സാനുവിന് ലഭിച്ചിട്ടുണ്ട്. ഇനി MK സാനുവിന്റെ ആത്മകഥ ചോദിച്ചാൽ ഏതാണ്? കർമ്മഗതി. കർമ്മഗതി എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. അപ്പൊ കർമ്മഗതി എന്ന ആത്മകഥ ആരുടേതാണ്? MK സാനുവിന്റെ ആത്മകഥയാണ് കർമ്മഗതി. അതേപോലെ ഇദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നത് MK സാനുവിന്റെ ജീവചരിത്രമാണ്. അപ്പോൾ 2025 ഓഗസ്റ്റ് 2 പ്രശസ്ത സാഹിത്യകാരനായ MK സാനു അന്തരിച്ചത്. MK സാനുവിന്റെ പൂർണ്ണമായ നാമം എന്താണ്? മംഗലത്ത് കേശവൻ സാനു എന്നാണ്. ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും 2011 തന്നെ പത്മപ്രഭ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിച്ചാൽ ഏതാണ്? കർമ്മഗതി എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്.
ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം ചോദിച്ചാൽ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നതാണ് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, അവയവം മാറ്റിവെക്കലിന്റെ ആകെ എണ്ണത്തിൽ ആഗോള തലത്തിൽ മൂന്നാമതെത്തിയ രാജ്യമാണ് ഇന്ത്യ. അവയവം മാറ്റിവെക്കലിന്റെ ആകെ എണ്ണത്തിൽ ആഗോള തലത്തിൽ മൂന്നാമതെത്തിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യ. ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കും രണ്ടാം സ്ഥാനം ചൈനയ്ക്കുമാണ്. മൂന്നാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. അവയവം മാറ്റിവെക്കലിന്റെ ആകെ എണ്ണത്തിൽ ആഗോള തലത്തിൽ മൂന്നാമതെത്തിയ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക്, ഒന്നാം സ്ഥാനം ചോദിച്ചാൽ അമേരിക്കയ്ക്കും രണ്ടാം സ്ഥാനം ചൈനയ്ക്കുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദരിദ്രരുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിനുള്ള ക്ഷേമ പദ്ധതിയായ CM നബാദിഷ അഭിയാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ത്രിപുര. അപ്പൊ ദരിദ്രരുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിനുള്ള ക്ഷേമ പദ്ധതിയായ CM നബാദിഷ അഭിയാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ത്രിപുര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ എ രാജരാജൻ. BSSCയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ എ രാജരാജനാണ് BSSC വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായ വ്യക്തി. അതേപോലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? പത്മകുമാർ ആണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി. അപ്പോൾ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ എ രാജരാജനാണ് BSSCയുടെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി. അടുത്ത ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ചോദിച്ചാൽ ആരാണ്? പത്മകുമാറാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡുകളിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സാറാ ജോസഫിനാണ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. അതേപോലെ മികച്ച വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡ് ലഭിച്ചത് രാജശ്രീക്കാണ് മികച്ച വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡ് ലഭിച്ചത്. രാജശ്രീക്കാണ് അവരുടെ ആത്രേയകം എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. ആത്രേയകം എന്ന് പറയുന്ന കൃതിക്കാണ് മികച്ച വനിതാ എഴുത്തുകാരിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? രാജശ്രീക്കാണ്. കൃതി ചോദിച്ചാൽ ഏതാണ്? ആത്രേയകം എന്ന് പറയുന്ന കൃതിയാണ്. ഇനി മികച്ച ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് എച്ചിക്കാനത്തിനാണ് മികച്ച ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മിസാറു എന്ന് പറയുന്ന കൃതിക്ക്. അപ്പോൾ സന്തോഷ് എച്ചിക്കാനത്തിന്റെ മിസാറു എന്ന കൃതിക്കാണ് ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അതേപോലെ മികച്ച യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആദിക്കാണ്. മികച്ച യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം ലഭിച്ചത് ആദിക്കാണ് മികച്ച യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം ലഭിച്ചത്. കൃതി ചോദിച്ചാൽ ഏതാണ്? പെണ്ണപ്പൻ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. പെണ്ണപ്പൻ. അപ്പൊ 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡുകളിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സാറാ ജോസഫിനാണ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡ് ലഭിച്ചത് രാജശ്രീക്കാണ്. രാജശ്രീയുടെ ആത്രേയകം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. അതേപോലെ മികച്ച ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് എച്ചിക്കാനത്തിനാണ് മികച്ച ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മിസാറു എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അതേപോലെ മികച്ച യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം ലഭിച്ചത് ആദിക്കാണ്. ആദിയുടെ പെണ്ണപ്പനി എന്ന് പറയുന്ന കൃതിക്കാണ് യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ കർണാടകയിലെ കോലാറിൽ സ്ത്രീയിൽ കണ്ടെത്തിയ പുതിയ ബ്ലഡ് ഗ്രൂപ്പാണ് CRIB ക്രോമർ ഇന്ത്യ ബാംഗ്ലൂരു. അപ്പോൾ അടുത്തിടെ കർണാടകയിലെ കോലാറിൽ സ്ത്രീയിൽ കണ്ടെത്തിയ പുതിയ ബ്ലഡ് ഗ്രൂപ്പാണ് CRIB ക്രോമർ ഇന്ത്യ ബാംഗ്ലൂരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങ വംശങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക ഇനമാണ് ഹൂലോഗ് ഗിപ്പൻ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങ വംശങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക ഇനം ചോദിച്ചാൽ ഏതാണ്? ഹൂലോഗ് ഗിപ്പൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാനദി ജലവിഭജനത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, ഛത്തീസ്ഗഡ്. അപ്പൊ മഹാനദി ജലവിഭജനത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഏതാണ്? ഒഡീഷയും ഛത്തീസ്ഗഡുമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ അംഗനവാടി നിലവിൽ വന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ അംഗനവാടി നിലവിൽ വന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ അംഗനവാടി നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതിനെ തുടർന്ന് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ പുനരുജ്ജീവിപ്പിച്ച ജലവൈദ്യുത പദ്ധതിയാണ് സാവർകോട്ട് ജലവൈദ്യുത പദ്ധതി. അപ്പോൾ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതിനെ തുടർന്ന് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ പുനരുജ്ജീവിപ്പിച്ച ജലവൈദ്യുത പദ്ധതിയാണ് സാവർകോട്ട് ജലവൈദ്യുത പദ്ധതി. ഇത് ഏത് നദിയിലാണ്? ചിനാബ് നദിയിലാണ് ഈ പദ്ധതി ഉള്ളത്. സാവർകോട്ട് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചിനാബ് നദിയിലാണ്. അപ്പോൾ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതിനെ തുടർന്ന് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ പുനരുജ്ജീവിപ്പിച്ച ജലവൈദ്യുത പദ്ധതിയാണ് സാവർകോട്ട് ജലവൈദ്യുത പദ്ധതി. ഇത് ഏത് നദിയിലെന്ന് ചോദിച്ചാൽ ചെനാബ് നദിയിലാണ് സാവർകോട്ട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിയെ തുടർന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ്? 2025 സെപ്റ്റംബർ 9-നാണ്. അപ്പൊ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിയെ തുടർന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2025 സെപ്റ്റംബർ 9-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറുവയൽ രാമന്റെ ജീവിതം പ്രമേയമാക്കി MK രാംദാസ് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് നെഗൽ, നെല്ലു മനുഷ്യന്റെ കഥ. അപ്പോൾ ചെറുവയൽ രാമന്റെ ജീവിതം പ്രമേയമാക്കി MK രാംദാസ് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് നെഗൽ, നെല്ലു മനുഷ്യന്റെ കഥ. അടുത്ത ക്വസ്റ്റ്യൻ, പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? ഹൈദരാബാദ്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീരിലെ അഖൽ മേഖലയിൽ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനായി ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അഖൽ. അപ്പോൾ ജമ്മു കാശ്മീരിലെ അഖൽ മേഖലയിൽ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനായി ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അഖൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രാജ്യത്തെ ആദ്യത്തെ അനലോഗ് ദൗത്യമായ ഹോപ്പ്, ഹ്യൂമൻ ഔട്ടർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ ആരംഭിച്ചത് എവിടെയാണ്? ലഡാക്കിലാണ്. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO രാജ്യത്തെ ആദ്യത്തെ അനലോഗ് ദൗത്യമായ ഹോപ്പ്, ഹ്യൂമൻ ഔട്ടർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ ആരംഭിച്ചത് എവിടെയാണ്? ലഡാക്കിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ പൊട്ടിത്തെറിച്ച ക്ലാഷ്നിക്കോവ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ എവിടെയാണ്? റഷ്യ. അപ്പൊ അടുത്തിടെ പൊട്ടിത്തെറിച്ച ക്ലാഷ്നിക്കോവ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റഷ്യയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 കോപ്പ അമേരിക്കൻ വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീല്. 2025 കോപ്പ അമേരിക്കൻ വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ബ്രസീലാണ്. കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് ബ്രസീൽ കിരീടം നേടിയത്. അപ്പൊ 2025 കോപ്പ അമേരിക്കൻ വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ബ്രസീലാണ്. കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് ബ്രസീൽ കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഗ്രാമമാണ് ധരാലി. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഗ്രാമമാണ് ധരാലി. സമുദ്രനിരപ്പിൽ നിന്നും 2680 മീറ്റർ ഉയരത്തിൽ ഉത്തര കാശിക്കും ഗംഗോത്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു ധരാലി. മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഈ ഗ്രാമം ഒലിച്ചു പോയി. 583 ആയിരുന്നു ഈ ഗ്രാമത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഗ്രാമം ഇപ്പോൾ ഒലിച്ചു പോയി. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഗ്രാമം ചോദിച്ചാൽ ഏതാണ്? ധരാലിയാണ്. അപ്പൊ ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഗ്രാമം ഏതാണ്? ധരാലി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 സംസ്ഥാന സർക്കാരിന്റെ PK കാളം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കുഞ്ഞിരാമ പെരുവണ്ണാൻ. 2025 സംസ്ഥാന സർക്കാരിന്റെ PK കാളം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കുഞ്ഞിരാമ പെരുവണ്ണാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിയറ്റ്നാമീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മാണ പ്ലാന്റ് നിലവിൽ വന്നത് തൂത്തുക്കുടിയിലാണ്. അപ്പൊ വിയറ്റ്നാമീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മാണ പ്ലാന്റ്
നിലവിൽ വരുന്നത് എവിടെയാണ്? തൂത്തുക്കുടി. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ഏറ്റവും വലിയ ഹരിത നൈപുണ്യ ദൗത്യത്തിന് തുടക്കം കുറിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ രാജ്യത്തിലെ ഏറ്റവും വലിയ ഹരിത നൈപുണ്യ ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരവികുളം നാഷണൽ പാർക്കിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് നടത്തിയ സംയുക്ത സർവേയിൽ ആകെ വരയാടുകളുടെ എണ്ണം 2668. ഇതിൽ കേരളത്തിൽ നിന്നുള്ള വരയാടുകൾ 1365 1303 തമിഴ്നാട്ടിൽ നിന്നുള്ള വരയാടുകളാണ്. അപ്പൊ ഇരവികുളം നാഷണൽ പാർക്കിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള തമിഴ്നാട് നടത്തിയ സംയുക്ത സർവേയിൽ ആകെ വരയാടുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 2668. അതിൽ കേരളത്തിൽ നിന്നും 1365 തമിഴ്നാട്ടില് 1303 വരയാടുകളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വരയാടുകൾ കാണപ്പെടുന്ന നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഏറ്റവും കൂടുതൽ വരയാടുകൾ കാണപ്പെടുന്നത്. ഈ സർവേ പ്രകാരം ആകെ വരയാടുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 2668 വരയാടുകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കൊച്ചി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് കൊച്ചി. നെക്സ്റ്റ്, 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എസ് സോമനാഥിനാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ എസ് സോമനാഥ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക കാർബൺ സന്തുലിത ഭവനമാണ് മേട. കോഴിക്കോട് വേങ്ങേരിയിലെ മേടയാണ് കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക കാർബൺ സന്തുലിത ഭവനമായി തിരഞ്ഞെടുത്തത്. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ആണ് ഈ പദവി നൽകിയത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക കാർബൺ സന്തുലിത ഭവനം എന്ന പദവി നൽകിയത് ആരാണ്? സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ആണ് ഈ പദവി നൽകിയത്. മേടയാണ് അങ്ങനെ കാർബൺ സന്തുലിത ഭവനമായിട്ട് തെരഞ്ഞെടുത്ത വീടാണ് മേട. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ ബാബു പറമ്പത്തിന്റേതാണ് മേട എന്ന് പറയുന്ന ഈ വീട്. കോഴിക്കോട് വേങ്ങേരിയിലാണ് ഈ വീടുള്ളത്. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ആണ് ഈ പദവി കൊടുത്തത്. ഔദ്യോഗിക കാർബൺ സന്തുലിത ഭവനം എന്ന് പറയുന്ന പദവി നൽകിയത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക കാർബൺ സന്തുലിത ഭവനം ഏതാണ്? മേടയാണ്. ഇത് കോഴിക്കോട് വേങ്ങേരിയിലാണ്. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ആണ് ഈ പദവി നൽകിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ ബാബു പറമ്പത്തിന്റേതാണ് മേട എന്ന് പറയുന്ന ഈ വീട്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സമുദ്ര മത്സ്യലഭ്യതയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 3ാം സ്ഥാനം. അപ്പൊ 2024 സമുദ്ര മത്സ്യലഭ്യതയിൽ കേരളത്തിന്റെ സ്ഥാനം 3ാം സ്ഥാനം. 1ാം സ്ഥാനം ഗുജറാത്തിനും 2ാം സ്ഥാനം തമിഴ്നാട്ടിനുമാണ്. 2024 സമുദ്ര മത്സ്യലഭ്യതയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? കേരളത്തിന് 3ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഗുജറാത്തിനും 2ാം സ്ഥാനം തമിഴ്നാടിനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സീറോ പോവർട്ടി P4 സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള സീറോ പോവർട്ടി P4 സംരംഭം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസാം കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഉയർന്ന വിളവ് നൽകുന്ന പർപ്പിൾ അരി ഇനമാണ് ലബന്യ. ആസാം കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഉയർന്ന വിളവ് നൽകുന്ന പർപ്പിൾ അരി ഇനമാണ് ലബന്യ. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക നീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവ വേദി കോഴിക്കോട്. ഇപ്പോൾ സാമൂഹിക നീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവ വേദി ചോദിച്ചാൽ എവിടെയാണ്? കോഴിക്കോടാണ് വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവ വേദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിലിപ്പീൻസ് പ്രസിഡന്റ് ആണ് ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയർ. അപ്പൊ 2025 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിലിപ്പീൻസ് പ്രസിഡന്റ് ആണ് ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയർ. ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയർ. നെക്സ്റ്റ്, 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ
വേദി എവിടെയാണ്? തൃശ്ശൂര്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ചോദിച്ചാൽ തൃശ്ശൂര്. 2026 ജനുവരി 7 മുതൽ ജനുവരി 11 വരെയാണ് 64ാമത് സ്കൂൾ കലോത്സവം നടക്കുന്നത്. വേദി എവിടെയാണ്? തൃശ്ശൂരാണ് 64ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായി തിരഞ്ഞെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഓഗസ്റ്റിൽ യുകെയിലെ വടക്കൻ മേഖലകളിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ഫ്ലോറിസ് കൊടുങ്കാറ്റ്. 2025 ഓഗസ്റ്റിൽ യുകെയിലെ വടക്കൻ മേഖലകളിൽ വീശിയടിച്ച കാറ്റിന്റെ പേരാണ് ഫ്ലോറിസ് കൊടുങ്കാറ്റ്. നെക്സ്റ്റ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ആമയായ ഏഷ്യൻ ഫീമ ആമ കാണപ്പെടുന്നത് എവിടെയാണ്? നാഗാലാൻഡിലെ സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവിലാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ആമയാണ് ഏഷ്യൻ ഫീമ ആമ. ഏഷ്യയിലെ ഏറ്റവും വലിയ ആമയായ ഏഷ്യൻ ഫീമ ആമ കാണപ്പെടുന്നത് നാഗാലാൻഡിലെ സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവിലാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ആമയായ ഏഷ്യൻ ഫീമ ആമ കാണപ്പെടുന്നത് എവിടെയാണ്? നാഗാലാൻഡിലെ സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് സത്യപാൽ മാലിക. അപ്പൊ 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് സത്യപാൽ മാലിക്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഓഗസ്റ്റിന് അന്തരിച്ച ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് സത്യപാൽ മാലിക. അപ്പൊ 2025 ഓഗസ്റ്റിന് അന്തരിച്ച ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് സത്യപാൽ മാലിക. ഇദ്ദേഹം ജമ്മു കാശ്മീരിന്റെ ഗവർണർ ആയിരിക്കെയാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. എന്താണ് ആർട്ടിക്കിൾ 370? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ആയിരുന്നു ആർട്ടിക്കിൾ 370. അപ്പൊ ആ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയത്ത് ജമ്മു കാശ്മീർ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് സത്യപാൽ മാലിക. അദ്ദേഹം ഈയിടയ്ക്ക് അന്തരിച്ചു പോയി. അപ്പൊ 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് സത്യപാൽ മാലിക. അടുത്ത ക്വസ്റ്റ്യൻ, വംശനാശം സംഭവിച്ചെന്ന് കരുതിയ ലോകത്തെ ഏറ്റവും ചെറിയ പാമ്പിനമായ നൂൽപാമ്പുകളെ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടെത്തിയത് സെൻട്രൽ ബാർബഡോസിലാണ്. അപ്പോൾ വംശനാശം സംഭവിച്ചെന്ന് കരുതിയ ലോകത്തെ ഏറ്റവും ചെറിയ പാമ്പിനമായ നൂൽപാമ്പുകളെ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടെത്തിയത് സെൻട്രൽ ബാർബഡോസിലാണ്. ബാർബഡോസ് ത്രെഡ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ഈ പാമ്പിന്റെ ശാസ്ത്രീയ നാമമാണ് ടെട്രാ കൈലോസ്റ്റോ മക്കാർലെ. അപ്പം ബാർബഡോസ് ത്രെഡ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ഇതിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ഏതാണ്? ടെട്രാ കൈലോസ്റ്റോ മക്കാർലെ. അപ്പൊ വംശനാശം സംഭവിച്ചെന്ന് കരുതിയ ലോകത്തെ ഏറ്റവും ചെറിയ പാമ്പിനമായ നൂൽപാമ്പുകളെ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടെത്തിയത് സെൻട്രൽ ബാർബഡോസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യുഎസിലെ വില്യം പാറ്റേഴ്സൺ സർവകലാശാല നടത്തിയ ന്യൂട്രീഷൻ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ പഴമാണ് നാരങ്ങ. യുഎസിലെ വില്യം പാറ്റേഴ്സൺ സർവകലാശാല നടത്തിയ ന്യൂട്രീഷൻ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ പഴം ചോദിച്ചാൽ ഏതാണ്? നാരങ്ങയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് മേഘനാഥ് ദേശായി. അടുത്തിടെ അന്തരിച്ച സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? മേഘനാഥ് ദേശായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കേരളം. വയോജന നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാലും ഏതാണ്? കേരളമാണ്. അപ്പൊ വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. എം.എസ്. സ്വാമിനാഥനോടുള്ള ആദര സൂചകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച വികസന രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ സുരക്ഷയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കുള്ള അന്താരാഷ്ട്ര അംഗീകാരമാണ് എം.എസ്. സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ്. അപ്പൊ എം.എസ്. സ്വാമിനാഥനോടുള്ള ആദര സൂചകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച വികസന രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ സുരക്ഷയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കുള്ള അന്താരാഷ്ട്ര അംഗീകാരമാണ് എം.എസ്. സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ്. ഈ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച ആദ്യ ജേതാവ് ചോദിച്ചാൽ ആരാണ്? അഡെമോളെ അന്റെല, നൈജീരിയൻ പ്രൊഫസർ അഡെമോളെ അന്റെല.
നൈജീരിയൻ പ്രൊഫസറായ അഡെമോളെ അന്റലയ്ക്കാണ് പ്രഥമ എം.എസ്. സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത്. അപ്പൊ എം.എസ്. സ്വാമിനാഥനോടുള്ള ആദര സൂചകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ സുരക്ഷയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കുള്ള അന്താരാഷ്ട്ര അംഗീകാരമാണ് എം.എസ്. സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ്. ഈ പുരസ്കാരം ആദ്യം ലഭിച്ചതാർക്കാണ്? നൈജീരിയയിൽ നിന്നുള്ള പ്രൊഫസറായ അഡെമോളെ അന്റലയ്ക്കാണ് ഈ പുരസ്കാരം ആദ്യം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും നടത്തിയ ഇലക്ട്രിക് മൊബിലിറ്റിയുടെ പുരോഗതി ട്രാക്ക് ചെയ്യുന്നതിനായി നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ആദ്യ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി സൂചിക 2024 കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 19. അപ്പോൾ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ആദ്യ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി സൂചിക 2024 കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? കേരളത്തിന് 19ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും നടത്തിയ ഇലക്ട്രിക് മൊബിലിറ്റിയുടെ പുരോഗതി ട്രാക്ക് ചെയ്യുന്നതിനായി നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ആദ്യ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി സൂചിക 2024 കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 19. അടുത്ത ക്വസ്റ്റ്യൻ, ചാറ്റ് GPT ഡെവലപ്പർ പുറത്തിറക്കിയ 2 ഓപ്പൺ വെയ്റ്റ് ഭാഷാ മോഡലുകളാണ് GPT-OSS 120T, GPT-OSS 20B. അപ്പോൾ ചാറ്റ് GPT ഡെവലപ്പർ പുറത്തിറക്കിയ 2 ഓപ്പൺ വെയ്റ്റ് ഭാഷാ മോഡലുകളാണ് GPT-OSS 120T യും GPT-OSS 20B യും. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നിലധികം ഇന്ത്യൻ ഭാഷകളിൽ AI അടിസ്ഥാനമാക്കിയുള്ള ഭാഷാ വിവർത്തനവും സംഭാഷണ തിരിച്ചറിയലും പ്രാപ്തമാക്കുന്ന സർക്കാർ നേതൃത്വത്തിലുള്ള ഓപ്പൺ ആർക്കിടെക്ചറായി രൂപകൽപ്പന ചെയ്ത ദേശീയ പ്ലാറ്റ്ഫോമാണ് ഭാഷിണി. ഒന്നിലധികം ഇന്ത്യൻ ഭാഷകളിൽ AI അടിസ്ഥാനമാക്കിയുള്ള ഭാഷാ വിവർത്തനവും സംഭാഷണ തിരിച്ചറിയലും പ്രാപ്തമാക്കുന്ന സർക്കാർ നേതൃത്വത്തിലുള്ള ഓപ്പൺ ആർക്കിടെക്ചറായി രൂപകൽപ്പന ചെയ്ത ദേശീയ പ്ലാറ്റ്ഫോമാണ് ഭാഷിണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒഡീഷ കൈത്തറിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് മാധുരി ദീക്ഷിത്. ഒഡീഷ കൈത്തറിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ആരാണ്? മാധുരി ദീക്ഷിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുഎസിലെ ഒഹായോയുടെ 12ാമത് സോളിസിറ്റർ ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് മധുര ശ്രീധരൻ. യുഎസിലെ ഒഹായോയുടെ 12ാമത് സോളിസിറ്റർ ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് മധുര ശ്രീധരൻ. നെക്സ്റ്റ്, ഇന്ത്യയുടെ 3ാമത്തെ ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് ഇന്ത്യയുടെ 3ാമത്തെ ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ 3ാമത്തെ ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബെലേം, ബ്രസീലിലെ ബെലേം ആണ് 2025 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി. 2025 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ബ്രസീലിലെ ബെലേമിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സെക്വർലാൻഡ്. സബ് രജിസ്ട്രാർ ഓഫീസിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സെക്വർലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്ലാലോം കോഴ്സ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? മേഘാലയ. ഇന്ത്യയിലെ ആദ്യത്തെ സ്ലാലോം കോഴ്സ് സ്ഥാപിതമാകുന്നത് മേഘാലയയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ വെല്ലുവിളിയായ ആഫ്രിക്കൻ ട്രെപ്പനോസോമിയാസിസ് അതായത് സ്ലീപ്പിംഗ് സിക്നസ് ഇല്ലാതാക്കിയ രാജ്യമായി പ്രഖ്യാപിച്ചത് കെനിയയാണ്. അപ്പൊ അടുത്തിടെ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ വെല്ലുവിളിയായ സ്ലീപ്പിംഗ് സിക്നസ് ആഫ്രിക്കൻ ട്രൈപ്പനോസോമിയാസിസ് ഇല്ലാതാക്കിയ രാജ്യമായി പ്രഖ്യാപിച്ചത് കെനിയ. അപ്പൊ അടുത്തിടെ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ വെല്ലുവിളിയായ സ്ലീപ്പിംഗ് സിക്നസ് ഇല്ലാതാക്കിയ രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് കെനിയ. നെക്സ്റ്റ്, 18ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് ഇ സന്തോഷ് കുമാർ ആണ്. അപ്പൊ 18ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് ഇ സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ തപോമയുടെ
അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. അപ്പൊ 18ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായതാരാണ്? ഈ സന്തോഷ് കുമാറാണ്. കൃതി ചോദിച്ചാൽ ഏതാണ്? തപോയിമയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ. അപ്പൊ തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്ക് ഈ സന്തോഷ് കുമാറിനാണ് 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കന്നുകാലികൾക്കുള്ള പുനരുത്പാദന വൈദ്യശാസ്ത്രത്തിലും ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആദ്യത്തെ അനിമൽ സ്റ്റെം സെൽ ബയോ ബാങ്കും അനിമൽ സ്റ്റെം സെൽ ലബോറട്ടറിയും പ്രവർത്തനം ആരംഭിച്ചത് ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ബയോടെക്നോളജിയിലാണ്. അപ്പൊ കന്നുകാലികൾക്കുള്ള പുനരുത്പാദന വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആദ്യത്തെ അനിമൽ സ്റ്റെം സെൽ ബയോ ബാങ്കും അനിമൽ സ്റ്റെം സെൽ ലബോറട്ടറിയും പ്രവർത്തനം ആരംഭിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ബയോടെക്നോളജി ഹൈദരാബാദ്. ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ബയോടെക്നോളജിയിലാണ് ആദ്യത്തെ അനിമൽ സ്റ്റെം സെൽ ബയോ ബാങ്കും അനിമൽ സ്റ്റെം സെൽ ലബോറട്ടറിയും പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ശുദ്ധജല ഞണ്ടുകളാണ് കാസർഗോഡിയ ഷീബയും പിലാർത്ത വാമനും. അപ്പൊ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ശുദ്ധജല ഞണ്ടുകളാണ് കാസർഗോഡിയ ഷീബെ, പിലാർത്ത വാമൻ. ഇത് കാസർഗോഡിയ ഷീബെ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് കാസർഗോഡ് ഷീബെ എന്ന് പറയുന്ന ഞണ്ടിനെ കണ്ടെത്തിയത്. പിലാർത്ത വാമന പത്തനംതിട്ട ജില്ലയിലെ ഗവിയിൽ നിന്നാണ് പിലാർത്ത വാമൻ എന്ന് പറയുന്ന ഞണ്ടിനെ കണ്ടെത്തിയത്. അപ്പൊ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ശുദ്ധജല ഞണ്ടുകളാണ് കാസർഗോഡിയ ഷീബയും പിലാർത്ത വാമനും. അതിൽ കാസർഗോഡിയ ഷീബേനെ കാസർഗോഡ് ജില്ലയിൽ നിന്നും പിലാർത്ത വാമന പത്തനംതിട്ട ജില്ലയിലെ ഗവിയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. അപ്പൊ അടുത്തിടെ കണ്ടെത്തിയ കാസർഗോഡിയ ഷീബെ, പിലാർത്ത വാമൻ എന്നിവ ഏത് ഇനത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇത് ശുദ്ധജല ഞണ്ടുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ 2G എത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പൊ മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ 2G എത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുരക്ഷാ മിത്രം. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സുരക്ഷാ മിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എന്ന ലക്ഷ്യത്തോടെ സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. അപ്പൊ സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എന്നതാണ് ലക്ഷ്യം. അപ്പൊ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എന്ന ലക്ഷ്യത്തോടെ സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ, 2024-25 കാലയളവിൽ ഇരട്ട അക്ക സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയ ഏക സംസ്ഥാനമാണ് തമിഴ്നാട്. 2024-25 കാലയളവിൽ ഇരട്ട അക്ക സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയ ഏക സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാട്. 11.19% ഇവിടുത്തെ സാമ്പത്തിക വളർച്ച. അപ്പൊ 2024-25 കാലയളവിൽ ഇരട്ട അക്ക സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയ ഏക സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ സാമ്പത്തിക വളർച്ച എത്രയായിരുന്നു? 11.19% ഇവിടത്തെ സാമ്പത്തിക വളർച്ച. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ബ്ലൂബേർഡ് 2 എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിന്റേതാണ്? അമേരിക്ക. അപ്പോൾ ഇന്ത്യയിൽ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ബ്ലൂബേർഡ് 2 എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ ഉപഗ്രഹമാണ്? അമേരിക്കയുടെ ഉപഗ്രഹമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. അപ്പോൾ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഓഗസ്റ്റ് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 63. 2025 ഓഗസ്റ്റിലെ പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യക്ക് 63ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അടുത്ത
ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിലെ 107ാമത് അംഗരാജ്യമാണ് മോൾഡോവ. അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിലെ 107ാമത് അംഗരാജ്യമായി മാറിയ രാജ്യമാണ് മോൾഡോവ. നെക്സ്റ്റ്, 2026 AI ഇംപാക്ട് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2026 AI ഇംപാക്ട് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ച് കാണ്ടാമൃഗ വേട്ടയെ ചെറുക്കുന്നതിനായി റൈസോടോപ്പ് പദ്ധതി ആരംഭിച്ച രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ച് കാണ്ടാമൃഗ വേട്ടയെ ചെറുക്കുന്നതിനായി റൈസോടോപ്പ് പദ്ധതി ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ് റൈസോടോപ്പ് പദ്ധതി ആരംഭിച്ച രാജ്യം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.